ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ ഒരുപാട് വിശേഷങ്ങളുണ്ട്. റൂഹി ഫസ്റ്റ് ടൈം സ്കൂൾ ബസ്സിൽ പോയ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ പുറത്ത് പോയി വന്നായിരുന്നു. ഇതിപ്പോൾ ഏകദേശം ഒരു 9 മണി ആ സമയത്താണ്. അപ്പോൾ രാത്രിയിൽ വന്ന സമയത്ത് റോസുവിന് ഓൺലൈൻ ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മേലേക്ക് വന്ന് നോക്കിയതാണ് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ. അതിൻ്റെ കൂടെ എനിക്ക് നിങ്ങളോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളെ മക്കളുടെ പുതിയ അക്കാഡമിക് ഇയർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ മക്കൾക്ക് ആ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു അക്കാഡമിക് ഇയർ എന്തുകൊണ്ടും ബെസ്റ്റ് ആവാൻ വളരെ നല്ലതാണ്. മക്കളെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എക്സാം സമയത്ത് മാത്രം അവർക്ക് ട്യൂഷൻ കൊടുക്കുക അങ്ങനെ ചെയ്തുകൊണ്ട് വലിയ കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഫുൾ ടൈം കൊടുക്കുമ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് തന്നെ ആ ഒരു ബേസ് തൊട്ട് തന്നെ കൊടുക്കുമ്പോൾ ഇപ്പം റോസ് ഗ്രേഡ് 7 അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അവളുടെ പുറകെ നടന്നിട്ട് എനിക്ക് പഠിക്കുന്നു പറയാനുള്ള സമയം ഉണ്ടാവില്ല. അന്നന്ന് എടുത്ത കാര്യങ്ങൾ അന്നന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളും അതിനുള്ള സമയം ഉണ്ടാവില്ല. അപ്പം ആൽബർട്ട് എഡ്യൂക്കേറ്ററിലാണ് റോസ് ഓൺലൈൻ ട്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ അന്നന്ന് എടുത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും അവളെ ഒന്ന് നോക്കാൻ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ ഒരു ടീച്ചർ ഉണ്ടാവുന്നത് എന്തുകൊണ്ടും ബെസ്റ്റാണ് കേട്ടോ. ഞാൻ ആൽബർട്ട് എഡ്യൂക്കേറ്ററിൻ്റെ ഈ ഓൺലൈൻ ട്യൂഷൻ്റെ വീഡിയോസ് എപ്പോഴൊക്കെ ഇടുന്നു അന്നൊക്കെ എനിക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. ശരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പോഴേക്കും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, അതായത് ഇവർ ഫ്രീ ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഫ്രീ ഡെമോ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ക്ലാസ് ഉള്ളത്, നിങ്ങൾക്ക് കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് നല്ലതാണോ എന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവും. അത് ഫ്രീ ഡെമോ ക്ലാസ് ആണ്. തീർച്ചയായിട്ടും ആ ഒരു ലിങ്ക് ഞാനിവിടെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. അതിലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കി എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. അതിനിടയ്ക്ക് ഞാൻ റോസിൻ്റെ ബുക്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ അവൾ ബുക്സൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ആ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നതിൻ്റെ ആ ഒരു ഗുണങ്ങൾ കാണുന്നുണ്ട്. അവളുടെ ഷെൽഫും കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് തന്നെ മീൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം അടുക്കി പെറുക്കി വെക്കണം എന്നുള്ളത്. അതൊക്കെ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. റൂമൊക്കെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം സെറ്റാക്കണം. മീൻസ് ആ ഒരു ചേഞ്ച് അവൾക്ക് ഉണ്ട്. എല്ലാം കൊണ്ടും ഒരു ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആൽബർട്ട് എഡ്യൂക്കേറ്ററിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ അവരെ കോൺടാക്റ്റുള്ള നമ്പറും കൊടുക്കാം. അതുപോലെ തന്നെ വാട്സപ്പ് ലിങ്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്പർ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ഇതിലോട്ട് പോകും കേട്ടോ, വാട്സപ്പിലോട്ട് പോകും. മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു A+ ക്യാമ്പസിനെ പറ്റിയിട്ട്. അതായത് ആൽബർട്ട് എഡ്യൂക്കേറ്ററിൽ വെറും അവരെ പഠിപ്പിക്കുക മാത്രമല്ല കേട്ടോ, ഓരോ കുട്ടിക്കും എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിച്ചു കൊടുക്കാനുള്ള രീതിയിലുള്ള കോച്ചിങ് ആണ് ഈ ഒരു ആൽബർട്ട് എഡ്യൂക്കേറ്ററിലൂടെ അവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും സമയം വൈകിട്ടില്ല. ഇനി പുതിയ അക്കാഡമിക് ഇയറിലോട്ട് നിങ്ങൾ മക്കൾക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു ഓൺലൈൻ ട്യൂഷൻ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ ഇവരുടെ ഈ ഫ്രീ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗ് വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ സ്കൂളിലെ ദിവസം നമ്മൾ എന്താ പറയുക, ജിമ്മിനും അല്ലെങ്കിൽ വേറെ വർക്കൗട്ട്സിനൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എത്ര നടത്താണോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഒന്ന് അടുക്കളയ്ക്ക് പോകും, ഒന്ന് പുറത്തേക്ക് പോകും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 2 മക്കളും എണീപ്പിക്കണമല്ലോ. ആദ്യം റോസിനെ എണീപ്പിക്കണം, ആദ്യം ഒന്ന് എണീപ്പിക്കാൻ നോക്കും, പിന്നെ വീണ്ടും തിരിച്ച് കിച്ചണിലോട്ട് വരും, വീണ്ടും അങ്ങോട്ടെങ്ങനെ പോയി വീണ്ടും എണീപ്പിക്കണം. ആദ്യത്തെ നമ്മൾ വിളിക്കുമ്പോൾ നീക്കണം എന്നില്ല. അങ്ങനെ പിന്നെ അടുത്തത് അവളൊന്ന് പറഞ്ഞേച്ച് വരുമ്പോഴത്തേന് അടുത്ത ആൾ എണീപ്പിക്കണം. അങ്ങനെ രാവിലെ ആ ഒരു 2 മണിക്കൂർ കൊണ്ട് എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടോ, കാല് കുഴഞ്ഞിട്ടുണ്ടാവും. മിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ രാവിലെ. നമ്മൾ ഫ്ലാറ്റിലൊക്കെ ആയ സമയത്ത് ഞാൻ വീണ്ടും ഫ്ലാറ്റും വീടും തമ്മിൽ ഇങ്ങനെ കമ്പയർ ചെയ്യാണ്. പക്ഷേ എനിക്ക് അവിടെ ആകുമ്പോഴെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പം കിച്ചണിൽ റൂമിലോട്ട് വരണമെങ്കിൽ കുറച്ചധികം നടക്കണം. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ടൊക്കെ നടക്കണം. കാല് വയ്യാണ്ടായിട്ടുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഇതിൻ്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വേറെ ആരും ഇല്ലല്ലോ. രാവിലെ ഹെൽപ്പിങ്ങിന് ആരും ഇല്ല കേട്ടോ, ഞാൻ മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്ന് ആദ്യം കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ തലേ ദിവസത്തെ കുറച്ച് ബീഫ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുട്ടികൾക്ക് സ്കൂളിലേക്ക്. അവർക്ക് ചിക്കന് റൂഹിക്ക് അങ്ങനെ ചിക്കനായിട്ട് അല്ലെങ്കിൽ ബീഫായിട്ട് കൊടുത്തയക്കാൻ പറ്റില്ല. റൈസിന് കൂടെ മിക്സ് ചെയ്തിട്ടേ കൊടുത്തയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അരി ഉണ്ടല്ലോ, ഇത് UTC ആണ്. അപ്പം UTCയിൽ പല ക്വാളിറ്റി അവൈലബിൾ ആണ്. എന്തായാലും ജീരകശാല റൈസല്ല, UTC
ഇനി അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് നമ്മളെപ്പോഴും ചെറിയ അരിയില്ലേ, വലിയ അരിനേക്കാളും ചെറിയ അരി വെച്ചിട്ട് ഞാനിപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മതി. പക്ഷേ ഞാൻ എത്ര കപ്പ് എടുക്കുകയാണെങ്കിലും 1 കപ്പിക്ക് 1.5 കപ്പ് എടുക്കും. പ്ലസ് അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല പാകത്തിനാണ് നെയ്ച്ചോറ് ഉണ്ടാക്കി കിട്ടുന്നത് കേട്ടോ. നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസിലോട്ട് നെയ്യിലാണ് ഇതൊക്കെ വഴറ്റിയെടുക്കുന്നത്. പ്ലസ് എന്താ പറയുക, സോയ സോസ് അങ്ങനത്തെ സോസുകളൊന്നും ഒഴിക്കുന്നില്ല. ക്യാരറ്റ്, ബീൻസ്, പിന്നെ കുറച്ച് ബീഫിൻ്റെ മസാല ഇല്ലേ, അത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. പ്ലസ് എല്ലാം കൂടി കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ആ ഒരു മസാല റെഡിയാക്കി എന്നിട്ട് ഈ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഫ്രൈഡ് റൈസ് മക്കൾക്കും എനിക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഇക്കാക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രൈഡ് റൈസ് മൊത്തത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്ക കഴിക്കില്ല. അപ്പോൾ നെയ്ച്ചോറ് എക്സ്ട്രാ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലോട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ ഉച്ചത്തേക്ക്. അപ്പോൾ അതും കൂടി സെറ്റാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് പ്ലാനുകൾ അതാണ്. നെയ്ച്ചോറ് കുറേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് നെയ്ച്ചോറും പിന്നെ സാദാ ചോറും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി പുതിയ ചോറ് വെക്കേണ്ട ആവശ്യമില്ല, തലേ ദിവസത്തെ ചോറ് ബാക്കിയുണ്ട്. അപ്പോൾ ഇക്കാക്ക് കുറച്ച് ഫ്രഷ് ആയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സെറ്റാവുമല്ലോ ഇൻഷാ അല്ലാ. കുറച്ച് ഒരു ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയാൽ ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയായി. ഞാൻ അതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ. പിന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കലാണ്. റൂഹിക്ക് ചെറുതും റോസുവിന് വലുതും. ഓക്കെ. പിന്നെന്താ, അതിലോട്ട് സൈഡ് ഡിഷുകളൊന്നുമില്ല. ഞാൻ ക്യാരറ്റൊക്കെ വെക്കണം എന്നുണ്ട്, പക്ഷേ സമയമില്ല. എന്താണെന്ന് വെച്ചാൽ റോസുവിന് ഞാനിന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റോസുവിന് സ്കൂളിലേക്ക് പോകാനൊരു സ്കൂൾ ബസ് ഇവിടെ നേരത്തെ വരും. ഇവരാണ് ഫസ്റ്റ് പിക്ക് ചെയ്യൽ, അതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാവരും പിക്ക് ചെയ്യുക. അങ്ങനെ ഒരു മണിക്കൂർ മുമ്പ്, സ്കൂളിൽ എത്തുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഇവിടെ എത്തും സ്കൂൾ ബസ്. ഇവരെ ഫസ്റ്റ് പിക്ക് ചെയ്തിട്ടാണ് ബാക്കി എല്ലാവരും എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ കാലത്ത് എല്ലാം റെഡിയാക്കണം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാം നേരത്തെ കഴിയും. അതായത് ഇവരൊക്കെ പറഞ്ഞയച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അരമണിക്കൂർ ഒന്ന് കിടക്കാനുള്ള സമയം കിട്ടാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു അരമണിക്കൂറിനായിട്ട് എപ്പോഴാണ് ഇവരൊക്കെ ഒന്ന് പറഞ്ഞയച്ചിട്ട് ഒന്ന് കിടക്കാൻ പറ്റുക, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. മറ്റേത് നമ്മൾ എണീറ്റ് വരുമ്പോഴേക്കും എന്താ പറയുക, ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കാനും എല്ലാം കൂടി ആകുമ്പോൾ ഒരു ഹറിബറിയാണല്ലോ. വീണ്ടും ഹറിബറി വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ. അങ്ങനെ റൂഹി ഇപ്പോഴും കിടക്കുകയാണ്. റോസു പോവാട്ടോ. റോസുൻ്റെ ബസ് വന്നു. റോസു ആ ലാസ്റ്റ് മൊമെൻറ്റിൽ, അതായത് ബസ് ഇപ്പോൾ അവിടെ നിന്ന് ഹോർൺ അടിക്കുന്നുണ്ട്, അപ്പോഴും ഇവളിങ്ങനെ സ്ലോ മോഷനിലാണ് പോകുന്നത്. ഇനി റെഡി ആയിക്കോളും. കാരണം നമ്മൾ തിരൂരായ സമയത്ത് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ വലിയ ടെൻഷനില്ലായിരുന്നു. ഇനി ബസ് പോയാലും കൊണ്ടാക്കി കൊടുക്കുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ബസ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല, കൊണ്ടാക്കി കൊടുക്കുകയൊന്നുമില്ലേക്ക. അതാദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റോസ് പോയതിന് ശേഷം ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് ഇറങ്ങി വീഡിയോ എടുത്തതാണ്. പുറത്തത്തെ ഒരു ആംബിയൻസ് നല്ല രസമുണ്ട്. അപ്പം രാവിലെ മഴക്കാറുണ്ട്. രാവിലെ കുറച്ച് നേരത്തെ നല്ല മഴ ഉണ്ടായിരുന്നു. ഒന്ന് പുറത്തുനിന്ന് പച്ചക്കറികളൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞ് അപ്പോഴേക്കും ഇനിയിപ്പം റൂഹിനെ എണീപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ട്രിപ്പ്, അടുത്ത ബാച്ച് കിച്ചണിലോട്ട് ഇറങ്ങുകയാണ്. ശരിക്കും റീനും കൂടി ഉള്ള സമയത്തായിരുന്നെങ്കിൽ പെട്ടിരുന്നു കേട്ടോ. കാരണം റീനുവിന് ചിലപ്പം സ്പെഷ്യൽ ക്ലാസ്സൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് നേരത്തെ പോകേണ്ടിയുണ്ടാവും. അങ്ങനെയായിരുന്നു +2-ന്. അപ്പോൾ ആ സമയത്തൊക്കെ ഹൗസ് വാമിംഗ് ആണെങ്കിൽ ഞാൻ എത്രയോ നേരത്തെ നീക്കണമായിരുന്നു കേട്ടോ. പിന്നെ സമയം ഉണ്ടാവില്ല കിടക്കാൻ. അതായത് എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള വീട്ടമ്മമാർക്ക്, അതായത് ജോലിക്ക് പോവാത്തവർക്ക് പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. പക്ഷെ എനിക്ക് റെസ്റ്റ് എടുക്കാനില്ല. എനിക്ക് പിന്നെ വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ എടുക്കലും പിന്നെ ഐഷാസ് കാർട്ട് അങ്ങനെ അതിൻ്റേതായ ചുറ്റുപാടുകളൊക്കെ പോയി പിന്നെ രാത്രി ഒരു 11-12 വരെ ഈ പണികൾ തന്നെ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞു അതാ, അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ അതും കഴിഞ്ഞു. അങ്ങനെ അതാ റൂഹിനെ എണീപ്പിച്ചിട്ടുണ്ട്. എണീക്കുന്ന സമയത്ത് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൾ സെറ്റായിട്ടോ. പിന്നെ ഫസ്റ്റ് ഡേ സ്കൂൾ ബസ്, ഫസ്റ്റ് ഡേ നമ്മൾ കൊണ്ടുപോയി കൊടുത്തു സ്കൂളിലേക്ക്. 2ാമത്തെ ദിവസം തൊട്ടായിരുന്നു സ്കൂൾ ബസ്. അപ്പം അത് ഞാൻ ഇതിന് ശേഷം കൊടുക്കാം. ഇത് 3ാമത്തെ ദിവസം, 3 4ാമത്തെ ദിവസത്തെ വിശേഷങ്ങളാട്ടോ. അപ്പം അവളിപ്പം 2 ദിവസം സ്കൂൾ ബസ്സിൽ പോയതുകൊണ്ട് തന്നെ അവൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. അതാണ് കുറച്ച് കുഴപ്പമില്ലാണ്ടിരിക്കുന്നത്. പിന്നെ അവൾക്ക് ഇങ്ങനെ പുറത്ത് കാഴ്ചകൾ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ തന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുക്കുന്ന സാധനം തന്നെയാണ് രാവിലെയും കൊടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ദോശ, പുട്ടതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കും. ഇതാകുമ്പോൾ പിന്നെ കുറച്ച് അരിഭക്ഷണം കയറുമല്ലോ അകത്തേക്ക്. വെജിറ്റബിൾസും ഉണ്ട്. പിന്നെ ഇന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റും രാവിലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് കഴിക്കാൻ.
വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇക്ക കൊണ്ടുപോയി കൊടുക്കും. ആരൊക്കെ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. നമ്മളിങ്ങനെ പാരൻസ് കൊണ്ടുപോയി കൊടുത്ത് ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് കുട്ടികൾ ഒന്നുകൂടെ വഷളാവുന്നത്. ഇതിപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് ഇങ്ങനെ ബസ്സിൽ പറഞ്ഞേക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. ഇപ്പോഴും എനിക്ക് സങ്കടമുണ്ട് ഇങ്ങനെ ഇത് പറയുമ്പോഴേ, അങ്ങനെ ഒറ്റയ്ക്ക് ബാഗ് എടുത്ത് പോകുമ്പോൾ. പക്ഷേ അങ്ങനെ ആകുമ്പോഴേ കുട്ടികൾ ഒന്നുകൂടെ നന്നാവുള്ളൂ. പറയുമ്പോൾ ഇതേപോലെ തന്നെയാണ് ഞാൻ റീനുവിനെയൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. റീനു ഇതേപോലെ തന്നെ സ്കൂൾ ബസ്സിലായിരുന്നല്ലോ ഫസ്റ്റത്തെ കുട്ടി. അങ്ങനെ പക്ഷേ ഇവിടെ തന്നെയാണ്, ഇക്കാൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു സ്കൂൾ ബസ്സിലൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒറ്റയ്ക്ക് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ റീനു കുറച്ചുകൂടെ വലുപ്പം ഉണ്ടായിരുന്നു ഇവളെക്കാളും. ഇവൾ ഇപ്പോഴും ചെറിയ കുട്ടികളെ മാതിരിയാണ്, നമുക്കിപ്പോഴും ചെറിയ കുട്ടിയാണ് അവൾ. അപ്പോൾ അങ്ങനെ പോകുമ്പോഴേ ഒരു വിഷമം ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ. പിന്നെ റെഡി ആയിക്കോളും. പിന്നെ അങ്ങനെ പോകുന്നതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നുണ്ട് എല്ലതും. അപ്പം എന്നാലേ പഠിക്കുകയുള്ളൂ മക്കളെ. എപ്പോഴും നമ്മൾ മക്കളെ പുറകെ നടന്നിട്ട് ഇങ്ങനെ അത് ചെയ്യുന്നു പറയുമ്പോൾ എന്തായാലും അവർ വലുതാവില്ല. അവർ ശരീരം കൊണ്ട് വലുതാവുള്ളൂ, മനസ്സുകൊണ്ട് വലുതാവില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എല്ലാം റെഡി ആയിക്കോളും ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇക്കയാണ് കൊണ്ടാക്കി കൊടുക്കുന്നത്. ഫസ്റ്റ് ഡേ ഞാൻ കൊണ്ടാക്കി കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിന് ശേഷം ഞാൻ കൊടുക്കാം കേട്ടോ. റൂഹി ഫസ്റ്റായിട്ട് സ്കൂൾ ബസ്സിൽ കയറുന്ന ആ ഒരു വിശേഷങ്ങൾ ഞാനിതിന് ശേഷം കൊടുക്കാം. ഞാനിവിടെ ടൈറ്റിലൊക്കെ കൊടുക്കാൻ കാരണം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇന്ന് സുന്ദരിക്കണല്ലോ. ഇന്ന് സ്കൂൾ ബസ്സിൽ പോകാനുള്ളതുകൊണ്ടായിരിക്കും അല്ലേ റൂഹി? നമുക്ക് നടന്ന് പോവാം. വാ, നമുക്ക് ഉണ്ടാക്കി തരാം. കാറിക്കല്ല, ബസ്സിക്ക്. നല്ല രസമുണ്ടാവും. ടൂറ് പോണ പോലെയാണ് ബസ്സിൽ പോലെ. ടൂർക്ക് പോവും, ടൂർക്ക്. ഉമ്മ വരുന്നുണ്ട് ബസ്സിൽ പോണ കാണാൻ. ബസ്സിൽ പോകുമ്പോഴേ ഉയ് ഇങ്ങനെ ചിരിച്ചിട്ട് ബൈ ബൈ പറഞ്ഞട്ടാ ഉയ്. ഓക്കെ, നല്ല രസം ഉണ്ടാവൂലേ? ഹായ്, ബസ്സിൽ പോണേ കാണട്ടെ കേട്ടോ റോഹി. ചിരിച്ചിട്ട് പോണേ. ടൂറ് പോവട്ടെ ബസ്സിൽ, ടൂറ് പോവാണ്. പാട്ട് ഡാൻസൊക്കെ ഉണ്ടാവും. ഇപ്പം ഉണ്ടാവില്ല, നാളെ ഉണ്ടാവും. ബസ്സിലിട്ടാ ബാഗ് കൊടുത്തു. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു കരയുന്നൊക്കെ, കരയുമ്പോൾ പിന്നെ സങ്കടമാവും. അപ്പോൾ ഞാൻ അങ്ങനെ എക്കാണ്ട് പറഞ്ഞിരുന്നു, അങ്ങനെ കരയണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കൊടുക്കട്ടോ എന്നൊക്കെ. പക്ഷെ ആൾ കൂളായിട്ട് വേഗം പോയി അവിടെ ഇരുന്നു. എന്താ പറയുക, വിഷമമുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ എന്നാലും അവൾ ഒറ്റയ്ക്ക് പോയി ഇരുന്നപ്പോൾ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ബസ് പോയി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇക്കാക്ക് ചെറിയൊരു മീൻസ് നമ്മൾ ഫസ്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞയക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ബസ്സിൽ പോയിട്ട് ഇനിയിപ്പോൾ അവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിലെത്തുന്നത്. 1 മണിക്കൂർ മുമ്പേ ഇവിടുന്ന് പിക്ക് ചെയ്യുന്നുണ്ട് കുട്ടീനെ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു വിഷമം കൂടിയുണ്ട് കേട്ടോ. എന്തായാലും ശരിയായിക്കോളും. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ, വീണ്ടും ദോശയാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് എനിക്ക് ദോശ പുട്ടല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നുള്ളത്. ഇവിടെ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം ദോശ തന്നെയാണ്. അതാണ് നീർദോശ എല്ലാവരും എന്നും ഉണ്ടാക്കുന്നത്. ഇൻഷാ അല്ലാ വേറെ എന്തെങ്കിലും വെറൈറ്റി എടുക്കണം. പിന്നെ ചമ്മന്തിയാണ് കേട്ടോ സൈഡ് ഡിഷ്. അതിനുശേഷം ഞങ്ങൾ പിന്നെ കൽപ്പകഞ്ചേരി ചന്തല ദിവസമായിരുന്നു ഇന്ന്, അതായത് ചൊവ്വാഴ്ച. അതായത് ഈ റൂഹി ഫസ്റ്റായിട്ട് സ്കൂളിൽ പോയില്ലേ, സ്കൂൾ ബസ്സിൽ കയറിയില്ലേ, ആ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പം ചന്തയിൽ പോയാലൊരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഒരൊറ്റ സ്ഥലത്തു നിന്ന് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ മറ്റേത് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടണമെന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാടൻ സാധനങ്ങളാണ്, അതായത് നമ്മൾ ചെടികൾ കട്ട് ചെയ്യാനുള്ള ഈ പുല്ല് കട്ട് ചെയ്യാനുള്ളത്,
പിന്നെ അരിവാൾ, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ കുറച്ച് പച്ചക്കറികൾ, പിന്നെ അച്ചാർ, അങ്ങനെ പിന്നെ മട്ടൻ കൈയും കാലും, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂടി ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ കൽപ്പകഞ്ചേരി ചന്ത ചൊവ്വാഴ്ചയാണ്, പറ്റുന്നവർ പോയി നോക്കി. നല്ല രസമാണ് ഇവിടെ വന്നാൽ. പിന്നെ ലഗോൺ ചിക്കൻ വേണമെങ്കിൽ അതുണ്ട്, നാടൻ കോഴിനെ വളർത്താനുള്ള അതുണ്ട്, പിന്നെ ഉണക്കമീനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് തവണ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ കൽപ്പകഞ്ചേരി ചന്തയുടെ പറ്റിയിട്ട്. പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ നമുക്ക് കുറച്ച് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്ഥലം. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീൻ അല്ല ഉണക്കച്ചെല്ലിന്നോ എന്താ പറയുക, അപ്പോൾ അത് വാങ്ങിച്ച് 2 വെറൈറ്റി ഉണ്ടായിരുന്നു. അതിൽ ചെറുതാണ് വാങ്ങിച്ച് ചമ്മന്തി ഉണ്ടാക്കാനുള്ള കേട്ടോ. പിന്നെ ഇത് ഈ പ്രാണികളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് ഒരു ഊത് കത്തിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ബോക്സ് എൻ്റെ അടുത്തുണ്ട്, ആ ഊത് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കൊള്ളിയും വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു കോണ് പോലത്തെ ഉണ്ട്, അതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ്, ആ കോണ് പോലത്തെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ഞാൻ വെച്ച് നോക്കിയപ്പോൾ ഇതാണ് കോണ് പോലത്തത്. പിന്നെ അച്ചാർ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ നാടൻ ഐറ്റംസൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ അടുത്ത് ഉണ്ട്. അപ്പോൾ ദാ ഈ ഒരു മുറം, ഇപ്പം മുമ്പത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ ചന്തയിൽ പോയപ്പോൾ വാങ്ങിച്ചെന്ന്, ആ വീഡിയോസ് ഇപ്പോഴാണ് ഇടുന്നുള്ളൂ. പിന്നെ കുറച്ച് ചൂടിക്കയറുണ്ട്, അത് വേണമായിരുന്നു, അത് വാങ്ങിച്ചു. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് എല്ലായിടത്തും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്ടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചട്ടികളൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന ചട്ടികൾ. അപ്പോൾ അതും കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫുള്ള് സാധനങ്ങളാണ്. അപ്പോൾ വാങ്ങിച്ചതിന് ശേഷം വീട്ടിൽ വന്നിട്ടാണ് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പയറിൻ്റെ ഇല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ശർക്കര ജിലേബി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ടുള്ള വ്ളോഗ് ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വാങ്ങിക്കാൻ പോയ വിശേഷങ്ങൾ ഇപ്പോഴാണ് ഇടുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.